ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനിതേപോലെ നമ്മൾ കുക്കറിനകത്ത് കറിയൊക്കെ വെച്ചിട്ട് മുകളിൽ ഇതേപോലെ പൊങ്ങിപ്പോവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് ബേക്കിംഗ് സോഡ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ വെള്ളമൊന്ന് തളിച്ച് കൊടുക്കുക ആ അരപ്പിൻ്റെ കറിയുടെ മുകളിൽ, പറ്റിയിരിക്കുന്ന കറിയുടെ മുകളിലായിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിനായിട്ട് സ്ക്രബ്ബറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം സ്ക്രബ്ബർ വെച്ച് തേച്ചാൽ ഇത്രയും ഈ കറിയുടെ പൊങ്ങിപ്പോയ അരപ്പ് ഫുള്ളാ സ്ക്രബ്ബറിനകത്തോട്ട് പിടിച്ചിട്ട് പിന്നെ സ്ക്രബ്ബർ ചീത്തയാകും. അപ്പോൾ അത് കഴുകിയെടുക്കാനൊക്കെ നിൽക്കണം. അപ്പം എളുപ്പത്തിലുള്ള ഒരു പണിയാണ്. ഈ നാരങ്ങയുടെ തൊണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുകയും ചെയ്യും. സോപ്പും ബ്രഷും ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട, കൈയും നമുക്ക് വേണ്ട. കയ്യിൽ നമുക്ക് അരപ്പൊന്നും ആകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകിയതിന് ശേഷം നമുക്ക് ആ ഇടയിലൊക്കെ ഇരിക്കുന്ന അതെല്ലാം പോകാൻ വേണ്ടി സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കൊടുക്കാം. ഇനിയിപ്പം വളരെ ഈസി ആയിട്ട് തന്നെ അത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അത്ര അരപ്പ് ആ സ്ക്രബ്ബറിനകത്ത് കയറിയിട്ട് സ്ക്രബ്ബർ ഫുള്ള് അതിൻ്റെ എണ്ണമയവും പിന്നെ കറിയുടെ അരപ്പും ഒക്കെ ആയിട്ട് സ്ക്രബ്ബർ കഴുകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ തന്നെ നാരങ്ങ തോട് വെച്ച് നമുക്ക് സോഡാപ്പൊടിയും ഒന്ന് ഇട്ടതിന് ശേഷം നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ. അപ്പം സോപ്പ് തേക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നാരങ്ങയുടെ ഇത് വെച്ച് തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നൂലെല്ലാം ഒന്നിച്ച് ഇതേപോലെ ഇടുമ്പോൾ എല്ലാം കൂടെ കൂടി കുരുങ്ങി ഒരു നൂലിൻ്റെ പുറത്ത് എല്ലാ നൂലും കൂടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നൂലെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. ആ നൂലെല്ലാം ആകെ അഴിഞ്ഞ് നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നൂലിൻ്റെ കട്ട ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ആ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ആ നൂലഴിഞ്ഞിരിക്കുന്ന ഭാഗം, അപ്പം അതിന് മുകളിലായിട്ട്, ആ നൂലിൻ്റെ മുകളിലായിട്ട് അതിനകത്ത് നമുക്ക് ഇതേപോലെ ഒരു ബ്ലേഡോ എന്തെങ്കിലും ചെറിയൊരു കത്തി വെച്ചൊന്ന് വെറുതെ ഒന്നിങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. രണ്ട് ഭാഗവും ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ആ അഴിഞ്ഞിരിക്കുന്ന നൂലെടുത്ത് അതിനകത്തോട്ട് കോർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും അത് അഴിഞ്ഞു പോകത്തുമില്ല. നമുക്ക് പെട്ടെന്ന് തുമ്പ് പിടിക്കുന്നതിന് ബുദ്ധിമുട്ടും വരത്തില്ല. എല്ലാം കൂടെ കൂടി കുരുങ്ങത്തുമില്ല. അപ്പോൾ എത്ര നൂല് ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചാലും നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നൂലെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് നൂലെടുക്കുകയും ചെയ്യാം. അപ്പോൾ എത്ര നൂല് വേണേലും ഇങ്ങനെ വാരി കൂട്ടിയിട്ടാലും നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ്ട് ഈ കത്തി ഒന്ന് തുരുമ്പിച്ചത് കൊണ്ട് കുറച്ച് പാടാണ്. അത് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ കത്തിയോടെ കിടന്ന് തുരുമ്പിച്ചു. അപ്പോൾ അത് വെച്ച് ഞാനിതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഉണ്ടോ, അതുപോലെ നൂല് ഇതേപോലെ കോർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ഡപ്പിക്കകത്ത് എത്ര നൂല് വേണേലും ഇതേപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണിത്. ഇപ്പോൾ ഓരോ നൂലും ഇതേപോലെ മുകളിൽ നമുക്കൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് കോർത്ത് വെക്കാം. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ദോശ ഫ്രൈ പാനിലൊക്കെ ദോശ ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് കഴുകി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഉണങ്ങി വരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പ് പൊടി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമ്മളെ കയ്യിലൊരു ടിഷ്യൂ പേപ്പറോ അതല്ല കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം ദോശ ചുടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദോശ ചട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ദോശ ഫ്രൈ പാനൊക്കെ ഇതേപോലെ പഴകുമ്പം നമുക്ക് ദോശ ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ദോശ ചുട്ട് നോക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളകി വരികയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഉപ്പൊക്കെ മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ഞാൻ ദോശ ചുട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള ഒരു കഷ്ണം അരിഞ്ഞെടുത്തിരിക്കുകയാണ്, തൊലിയൊക്കെ കളഞ്ഞ്. അപ്പോൾ അതിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ദോശക്കല്ലൊന്ന് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശ ഒഴിച്ച് ചുട്ട് നോക്കേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര വലുതാക്കിയാലും ഇളകി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിലേതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.